ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കലാംസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പേരയുടെ കൊമ്പും കൊണ്ട് കാലിഗ്രാഫിയുടെ കലം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പും പല സാധനങ്ങൾ വെച്ച് കലം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പേരക്കൊമ്പ് വെച്ചുണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പേരയുടെ വടി വേണം. നമുക്ക് കട്ടി കുറഞ്ഞെടുക്കാം, കട്ടി കൂടിയതെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ടി കുറഞ്ഞാണ് എടുത്തേക്കണത്. ഞങ്ങൾ തഷ്കീൽ ചെയ്താൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തേക്കണത്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഈ സൈഡിലെ ഈ സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് തടി ആയതുകൊണ്ട് മുറിക്കാൻ കുറച്ച് ടഫൊക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനെ കലമിൻ്റെ തുമ്പിക്കിരിക്കും പോലെ ആക്കണേ നോക്കാം. അതിനായിട്ട് നമ്മൾ അതിൻ്റെ തുമ്പിരിക്കുമ്പോൾ തന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഉണങ്ങിയ കമ്പാട്ടോ, പച്ചക്കൊമ്പല്ല. ഞാനിത് 3-4 ദിവസം മുമ്പ് കട്ട് ചെയ്ത് വെച്ചതാണ്. ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിതിൽ എങ്ങനെ തുമ്പ് കട്ട് ചെയ്യണമെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പെൻസിൽ, അതുപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വെച്ച് എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മളിത് മാക്സിമം ചെരിച്ച് വെച്ചിട്ട് തുമ്പ് ഇങ്ങനെ കൂടുതൽ തന്നെ രീതിയിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ആദ്യം ചെത്തുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് കൂർത്ത് തന്നെയൊന്നുമില്ല. നമ്മൾ കുറേ വട്ടം ഇങ്ങനെ ചെത്തിയാണ് ഇത് ശരിക്കും തുമ്പിക്കും കൂർത്ത് വരുള്ളൂ. അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് പതിയെ ശരിയായിക്കോളൂ. അതിനുശേഷം നമുക്കിനി അതിൻ്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് കൂർമ്പിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ വീഡിയോ നല്ല അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷേ നമുക്ക് ശരിക്കും ഷാർപ്പാകുമ്പോൾ നമ്മൾ കുറേ വട്ടം ഇങ്ങനെ തുമ്പ് കൂർത്തിരിക്കും വരെ നമുക്കറിയാം, നമ്മൾക്ക് ഓൾറെഡി കലം വെച്ച് ചെയ്തിട്ടുള്ളതല്ല. അതേപോലെ തന്നെ കൂർത്ത് വരാൻ വേണ്ടി അതിൻ്റേതായ രീതി തന്നെ ചെയ്യണം. ഇനി നമ്മൾ അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ തുമ്പ് നമ്മൾ ഒരു 13 ഡിഗ്രി അളവിൽ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് എഴുതുമ്പം നമ്മൾ വളഞ്ഞ് തന്നെ വേണമല്ലോ, നേരെ കറക്റ്റായിട്ട് ചെരിഞ്ഞല്ല നമ്മൾ ചെയ്യണത്. അപ്പോൾ അതേപോലെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊമ്പ് എടുക്കുമ്പോൾ വളഞ്ഞ ഭാഗത്ത് നമ്മൾ നിബ്ബ് വരാൻ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കല്ല. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാനൊക്കെ അത്ര ഇത് കറക്റ്റായിട്ട് വരില്ല. നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് സൈഡ് തന്നെ വേണം നമ്മൾ എടുക്കാൻ. നമുക്കിനി ഈ കലം വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. പെർഫെക്റ്റായിട്ട് ഓക്കെ ആയിട്ട് വേണ്ടി വന്നേക്കും. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ കലമിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് 0.4 mm ആട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഉജാല വെച്ച് ഉണ്ടാക്കിയ ഒരു ഇങ്കാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ചെയ്തിട്ട് കുറേ പേര് എനിക്ക് ഫീഡ്ബാക്ക് അയച്ചാൽ നല്ലതാണ് നന്നായിട്ട് വണ്ടി നിൽക്കേ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഞാനിപ്പോൾ ആദ്യം നുക്തിയാണ് ഇട്ട് വരുന്നത്. ഇതിപ്പോൾ ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് അലിഫും കൂടെ ഒന്ന് എഴുതി നോക്കാം. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വെച്ച് സ്ട്രോക്കൊക്കെ നന്നായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. നമുക്ക് പ്രാക്ടീസിനൊക്കെ ആയിട്ട് നമുക്ക് ഈ കലം നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്കായാലും നല്ല ഇങ്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ഒന്നും അങ്ങനെ പറയില്ല, നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇങ്കും. നമുക്ക് ജസ്റ്റ് സ്ട്രോക്കൊക്കെ ഒന്ന് ഇട്ട് നോക്കാം.
കുഴപ്പമില്ലാതെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ കലമൊന്നും അവൈലബിൾ അല്ല, നമുക്ക് അടുത്തൊന്നും കലം കിട്ടാനില്ലാത്തവർക്കൊക്കെ നമുക്ക് ഇതേപോലെയൊക്കെ നമുക്കിത് ഉണ്ടാക്കി ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പേരക്കൊമ്പും വെച്ച് നമ്മളുണ്ടാക്കിയ കലാണ്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നല്ല സെറ്റപ്പായിട്ട് നമുക്ക് എഴുതാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവർ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്തൊരു വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.